5 വർഷ കാലയളവിൽ സമഗ്ര മേഖലയിലും വികസനമെത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് കായക്കൊടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിൽ ഒ.പി. ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, കുടിവെള്ള പദ്ധതികൾ, റോഡ് നവീകരണം, കളിസ്ഥലം എന്നിവ പ്രധാന നേട്ടങ്ങളാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. നമസ്കാരം. കായക്കൊടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളൊരു അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അധികാരത്തിൽ വരുന്ന ആ സമയത്ത് നേരിടുന്നൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കുടിവെള്ള പദ്ധതിയായിരുന്നു. മാർച്ച് മാസങ്ങളിലൊക്കെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി വാഹനങ്ങളിൽ ഉൾപ്പെടെ ദൂരസ്ഥലങ്ങളിലേക്ക് കുടിവെള്ളം കൊടുക്കുന്ന ഒരു വലിയൊരു പ്രയാസകരമായ പദ്ധതികളാണ് നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഭരണസമിതി ആസൂത്രണം ചെയ്തു. ഇനിയുള്ള 5 വർഷ കാലയളവിൽ പൂർണ്ണമായിട്ടും കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതിയുടെയും അതുപോലെ തന്നെ വികസന സെമിനാറിലൊക്കെ ജനങ്ങളുടെ നിർദ്ദേശം വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കുടുംബങ്ങൾക്കും, പ്രയാസം നേരിടുന്ന എല്ലാ കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളൊരു അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കുടിവെള്ള പദ്ധതി എന്ന് പറയുമ്പോൾ കേരള ഗ്രാമപഞ്ചായത്തുകളും കൂടി സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജലജീവൻ മിഷൻ്റെ ഭാഗമായി ഏകദേശം 4500 കുടുംബങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഈ ജലജീവൻ മിഷൻ്റെ വെള്ളം എത്താത്ത, പൈപ്പ് ലൈൻ എത്താത്ത സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പ്രത്യേകം എംപിമാരുടെയും MLAമാരുടെയും മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ സഹായത്തിൽ നമുക്ക് പദ്ധതി ആവിഷ്കരിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടത് നെടുവണ്ണൂർ കുടിവെള്ള പദ്ധതിയാണ്. ഏകദേശം 85 ലക്ഷം രൂപയാണ് അതിന് ഞങ്ങൾക്ക് ചിലവായിട്ടുള്ളത്. അതിൽ 38 ലക്ഷം രൂപ ബഹുമാന്യനായ MP എളമരം കരീമും ബഹുമാനപ്പെട്ട MLA നാദാപുരം നിയോജകമണ്ഡലം MLAയുടെ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും ബാക്കി വരുന്ന തുക ഗ്രാമപഞ്ചായത്തും കൂടി അനുവദിച്ചുകൊണ്ട് 100-100ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്ന ഒരു പദ്ധതിയാണ് നെടുവണ്ണൂരിനകത്ത് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതിയാണ് കുയിപ്പാട് ഇരുളാം കുടിവെള്ള പദ്ധതി. 60 ലക്ഷം രൂപയാണ് അതിന് ചിലവായിട്ട് വന്നിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ടും ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ആ പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ജില്ലക്കകത്ത് തന്നെ മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ, ഒന്ന് നെല്ലിലായി, ഒന്ന് ചേറ്റുവേൽ കുടിവെള്ള പദ്ധതി. അപ്പോൾ പൂർണ്ണമായിട്ടും ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് പ്രകൃതിദത്ത കുടിവെള്ള പദ്ധതിയാണ്. കറണ്ടോ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ജനങ്ങൾക്ക് ഈ ടയപ്പ് ഓസ് വഴി കുടിവെള്ളം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിലുള്ള ജലനിധികൾ പുനരുദ്ധാരണം ചെയ്യുവാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. എല്ലാ ജലനിധി കുടിവെള്ള പദ്ധതികളും പുനരുദ്ധാരണം ചെയ്തു. അതോടൊപ്പം തന്നെ പൊതുകിണറുകൾ നവീകരിക്കുവാൻ വേണ്ടി സാധിച്ചു. അംഗൻവാടികളിൽ കുടിവെള്ളം എത്താത്തതായിരുന്നു ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു വിഷയം. അപ്പോൾ എല്ലാ അംഗൻവാടികളിലേക്കും കുടിവെള്ളം എത്തിക്കുവാനുള്ള പദ്ധതികളും ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കരിങ്ങാട് മുണ്ടിയോട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി 45 ലക്ഷം രൂപയും പാലോളി മുണ്ടിയോട് കുടിവെള്ള പദ്ധതിക്ക് 1 കോടി രൂപയുമാണ് നമ്മുടെ പഞ്ചായത്തും അതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലും കൂടി അനുവദിച്ചിട്ടുണ്ട്. ആ വർക്കുകളൊക്കെ പുരോഗമിക്കുകയാണ്. ഇതാണ് കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി വരുന്ന ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള പദ്ധതിക്ക് പുതിയൊരു പദ്ധതി വെക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്നുകൂടിയും ഈ ഒരു അവസരത്തിൽ ഉറപ്പ് പറയുകയാണ്. മറ്റൊന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ പദ്ധതികളിൽ എടുത്തു പറയാനുള്ളത് ഒന്ന് കളിസ്ഥലമാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ വളരെ മാതൃകാപരമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള പദ്ധതിയാണ് കളിസ്ഥലം വാങ്ങൽ. 1 ഏക്കർ 75 സെൻറ്റ് സ്ഥലം കോവുക്കുന്ന് വാർഡിനകത്താണ് കളിസ്ഥലം വാങ്ങൽ എന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഏകദേശം 71 ലക്ഷം രൂപയാണ് അതിന് ചിലവ് വന്നിട്ടുള്ളത്. ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ കളിസ്ഥലം വാങ്ങിയിട്ടുള്ളത്. കരിമ്പാലക്കണ്ടി കളിസ്ഥലമാണ് മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്. ജനകീയ കളക്ഷൻ ഉൾപ്പെടുത്തി ജനങ്ങളുടെ സ്പോൺസർഷിപ്പിലൂടെ വാങ്ങിയ കളിസ്ഥലത്തിന് 10 ലക്ഷം രൂപയാണ് നവീകരിക്കുവാൻ വേണ്ടി, ആ കളിസ്ഥലം നിർമ്മിക്കുവാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത്. പുതിയ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കണയങ്കോട് വാർഡിനകത്ത്
നമുക്ക് കളിസ്ഥലം വാങ്ങാനുള്ള പദ്ധതി പ്രവർത്തനം നടന്നു വരികയാണ്. മറ്റൊന്ന് ഹോസ്പിറ്റൽ. നമ്മുടെ അർദ്ധം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം ഉറപ്പുവരുത്തുക എന്ന ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ ബഹുമാന്യനായ MLA ഒക്കെ സഹായത്തിൻ്റെ ഭാഗമായിട്ട് മികച്ച രീതിയിൽ മെച്ചപ്പെട്ട നിലയിൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടുവരികയാണ്. 3ഓളം ഡോക്ടർമാരുടെ സേവനം, പാലിയേറ്റീവ് സംവിധാനം, ലാബ് സംവിധാനം ഉൾപ്പെടെ വൈകുന്നേരം വരെ OP സംവിധാനമൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരുന്ന് വാങ്ങാൻ നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ തന്നെ പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് എല്ലാവർക്കും മരുന്ന് ലഭിക്കുന്ന സംവിധാനം അവിടെ ഒരുക്കി. ജനറേറ്റർ സംവിധാനം, ഇപ്പോൾ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ പുറത്തു പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ജനറേറ്റർ സംവിധാനം ഉൾപ്പെടെ 8 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ മാറ്റിവെച്ചിട്ടുള്ളത്. ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും ഉൾപ്പെടെയുള്ള സഹായമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം ആ ഒരു മേഖലക്കകത്ത് നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് റോഡുമായി ബന്ധപ്പെട്ടാണ്. കോവുക്കുന്ന് കായക്കൂടി ദേവർകോവിൽ കനാൽ റോഡ് പൂർത്തീകരിക്കുവാൻ സാധിച്ച ഒരു ഭരണസമിതിയാണ്. ഏകദേശം 1,20,00,000 രൂപയാണ് MP MLA തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമായ ഒരു പദ്ധതിയാണ് എന്ന് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് മെയിൻ്റെനൻസ് ഗ്രാൻറ്റുകൾ ഞങ്ങൾ വിനിയോഗിച്ചിട്ടുള്ളത് ഓരോ വാർഡിനും നമുക്ക് ഏറ്റവും ഒരു ഗ്രാമപഞ്ചായത്തിന് ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് ഏറ്റവും പ്രയാസം നേരിടുന്ന പ്രദേശം ഏതാണ്, ആ വാർഡിനകത്ത് അത് എവിടെയാണോ പ്രയാസം നേരിടുന്നത് അവിടെ മെയിൻ്റെനൻസ് ഫണ്ട് കൂടുതൽ കൊടുത്ത് അവിടുത്തെ പ്രശ്നം പരിഹരിക്കുകയാണ്. 35-40 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് മെയിൻ്റെനൻസ് പണികൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ചങ്ങരംകുളം തളീക്കര റോഡ് ഏകദേശം 1,05,00,000 രൂപയും, ഞേണോൽത്തായ വെങ്കലുള്ളതറ റോഡിനകത്ത് നമുക്ക് 65 ലക്ഷം രൂപ മെയിൻ്റെനൻസ് ഫണ്ട് തന്നെ മാറ്റിവെക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് റോഡ് കാര്യത്തിൽ. മറ്റൊന്ന് നമ്മുടെ ഭിന്നശേഷിയായിട്ടുള്ള സഹോദരന്മാരുടെ കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് കാണിച്ച വികസന സെമിനാറിനകത്തൊക്കെ വന്ന ഏറ്റവും വലിയ പ്രയാസമായിരുന്നു ഉമ്മമാർ നേരിടുന്ന പ്രതിസന്ധി. അവരുടെ വീടുകളിലേക്ക് റോഡില്ല എന്നുള്ളതാണ്. അവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ വലിയ പ്രയാസം നേരിടുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി ഏറ്റവും പ്രയാസം നേരിടുന്ന ഭിന്നശേഷിയായിട്ടുള്ള സഹോദരങ്ങളുടെ വീട്ടിലേക്ക് നമുക്ക് വീട് കൊടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ സമയബന്ധിതമായിട്ട് അവർ ഗ്രാമസഭയിൽ ചൂണ്ടിക്കാണിച്ച എല്ലാവർക്കും അപേക്ഷ നൽകിയ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഉപകരണങ്ങൾ ഉൾപ്പെടെ നൽകാൻ വേണ്ടി സാധിച്ചു. അവരുടെ കലോത്സവങ്ങൾ മറ്റു പരിപാടികളൊക്കെ ബ്ലോക്കിൻ്റെതാണെങ്കിലും ജില്ലയുടേതാണെങ്കിലും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെതാണെങ്കിലും വളരെ കാര്യക്ഷമമായി തന്നെ നടപ്പിലാക്കാൻ സാധിച്ച ഒരു ഭരണസമിതിയാണ്. മറ്റൊന്ന് പട്ടികജാതി മേഖലക്കകത്താണ്. പട്ടികജാതി മേഖലക്കകത്ത് വീടിന് അപേക്ഷിച്ച ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ച് എല്ലാവർക്കും വീട് കൊടുത്തു. വീട് വാസയോഗ്യമാക്കുവാനാണ് ഏറ്റവും പ്രയാസം. ഒരു കായക്കൊടി ഗ്രാമപഞ്ചായത്തിലെ ചോർന്നൊലിക്കുന്ന ഒരു പട്ടികജാതിക്കാരൻ്റെ ഭവനമില്ല എന്ന് വളരെ അഭിമാനത്തോടു കൂടി ഈ ഒരു നിമിഷത്തിനകത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതോടൊപ്പം തന്നെ നഗറുകളുടെ വികസനം, റോഡുകളുടെ പട്ടികജാതി റോഡുകളിലേക്കുള്ള വികസനം, കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, അവരുടെ പഠന നിലവാരം ഉയർത്തുന്ന പദ്ധതികൾ, ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പട്ടികജാതി മേഖലക്കകത്ത് മാറ്റിവെക്കേണ്ട ഫണ്ടിനേക്കാൾ ഉപരി ഞങ്ങൾ കൂടുതൽ പ്ലാൻ ഫണ്ട് ഉൾപ്പെടെ കണ്ടെത്തിയാണ് ഈ മേഖലയിലെ പ്രതിസന്ധി പരിഹരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പറയാനുള്ളത് ലൈഫ് പദ്ധതിയാണ്. 361 പേരാണ് ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ നമുക്കുണ്ടായിരുന്നത്. കായക്കൊടിയുടെ ചരിത്രത്തിനകത്ത് ലൈഫ് ലിസ്റ്റിലുള്ള ഒരു വീടിൻ്റെ ഗുണഭോക്ത പട്ടികയിലുള്ള എല്ലാവർക്കും വീട് കൊടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളൊരു അഭിമാനമാണ്. എല്ലാവരോടും എഗ്രിമെൻ്റ് വെക്കാൻ പറഞ്ഞു. ഹാഡ്കോ ലോൺ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് വീട് കൊടുക്കാൻ സാധിച്ചു. അതോടൊപ്പം പറയാനുള്ളത് PMAY പദ്ധതിയിലും ഗൃഹശ്രീ പദ്ധതിയിലും മാതൃഭൂമി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ പദ്ധതി. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ
ഈ പദ്ധതികൾക്കൊക്കെ മെമ്പർമാർ തന്നെ അപേക്ഷ വാങ്ങി ജനങ്ങൾക്ക് വീട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അർപ്പണബോധത്തോടുകൂടിയുള്ള ഇടപെടലാണ് ആ ഒരു മേഖലക്കകത്ത് നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലക്കകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ഒരു വിദ്യാലയമാണ് നമുക്കുള്ളത്, ഗവൺമെൻറ് വിദ്യാലയം. 1 കോടി രൂപയാണ് MLA അനുവദിച്ചിട്ടുള്ളത് ആ വിദ്യാലയം സ്മാർട്ടാക്കാനും മറ്റ് പ്രവർത്തനങ്ങൾക്കൊക്കെ. അപ്പോൾ ഗ്രാമപഞ്ചായത്തും കൂടിയും ക്ലാസ് മുറികൾക്ക് സ്മാർട്ടാക്കാനും അതോടൊപ്പം തന്നെ കുട്ടികളുടെ ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കരണ്ടോട് വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള കരാട്ടെ പരിശീലനം പോലെയുള്ള പദ്ധതികളും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. വനിതാ പ്രൊജക്റ്റ്, വനിതകളുടെ സംരംഭങ്ങൾ, ഒരു നിരവധിയായ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ട് കുടുംബശ്രീയുടെ ഭാഗമായി വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ നിയോഗിച്ച ഇൻ്റേണലിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള സ്ത്രീ സംരംഭങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഈ ഒരു 5 വർഷക്കാലത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഫിറ്റ്നസ് സെൻറ്റർ, വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ് സെൻറ്ററിന് തുക മാറ്റിവെക്കാനും അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും സാധിച്ചു. അതോടൊപ്പം തന്നെ വനിതകളുടെ സിംഗാരിമേളം, ബാൻഡ് വാദ്യം പോലെയുള്ള പ്രൊജക്റ്റുകളും കായക്കൊടിയുടെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടും നമ്മൾ നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. കാർഷിക മേഖലക്കകത്ത് വളരെ സമയബന്ധിതമായിട്ട് കർഷകർക്ക് വളം കൊടുക്കുവാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് കൃഷി പ്രോത്സാഹനം നടത്തി. നമുക്കറിയാം 7ാം വാർഡിലൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ബഹുമാന്യനായ മന്ത്രി ഉൾപ്പെടെ വന്നാണ് വിളവെടുപ്പ് പച്ചക്കറി വികസനം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുത്ത് അവിടെ ഗ്രൂപ്പ് രൂപീകരിച്ചു. ജനങ്ങളെ കൊണ്ട് കൃഷി ഇറങ്ങിക്കൊണ്ട് വലിയൊരു ഉത്സവമായി നമുക്ക് ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ അനിവാര്യ ചുമതലകളിലൊന്നാണ് ഈ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് തദ്ദേശ ഭരണസ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ ഒരു കാര്യത്തിൻ്റെ മുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് മിനി MCFകൾ ടൗണുകൾ തോറും, അതോടൊപ്പം തന്നെ മെമ്പർമാർ ആവശ്യപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുകയും MCF നിർമ്മാണത്തിന് ഏകദേശം 80 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് 9ാം വാർഡിനകത്ത് ഒരു മാതൃകാപരമായ ഒരു ബിൽഡിങ്ങിനാണ് MCFന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഹരിതസേനയുടെ പ്രവർത്തനം ചിട്ടയാർന്ന രീതിയിൽ നടപ്പിലാക്കാനും ഈ ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് പുരാതനമായ ക്ഷേത്രമാണ് നമ്മുടെ ജാതിയൂർ ക്ഷേത്രം. ജാതിയൂർ ക്ഷേത്രത്തിന് ഈ ഗവൺമെൻറ് ജാതിയൂർ ക്ഷേത്ര കുളം നവീകരിക്കുവാൻ വേണ്ടി ഏകദേശം 50 ലക്ഷം രൂപയാണ് ജാതിയൂർ ക്ഷേത്ര കുളം നവീകരിക്കാൻ വേണ്ടി സർക്കാർ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വാസികൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭരണസമിതിയായി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഒത്തൊരുമയോടുകൂടി 16 പേരുടെയും ഒരൊത്തൊരുമയോടെയുള്ള പ്രവർത്തനത്തോടു കൂടിയാണ് ഈ ഒരു 5 വർഷക്കാലത്തുള്ള ഭരണസമിതി മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ഫണ്ടുകളും നമുക്ക് ലാപ്സാക്കാതെ ചെലവഴിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ അഭിമാനകരമായി പറയാനുള്ളത്. Charitra Vivag Bridal Collections by Shobhika Weddings.